നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. 1948 രൂപീകൃതമായ ആദ്യ കേരള നിയമസഭാംഗമായിരുന്ന അന്തരിച്ച എക്സ്-MLA-യും കുളത്തൂപ്പുഴ സ്വദേശിയുമായ TV തേവൻ അനുസ്മരണം കുളത്തൂപ്പുഴ ഗ്രീൻ വാലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. അദ്ദേഹത്തിൻ്റെ മകനായ ആനന്ദകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിന് കെ രാജേന്ദ്രപ്രസാദ് സ്വാഗതം പറയുകയും PS സുബാൽ MLA അനുസ്മരണത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നിർവഹിച്ചു. ഈ ചടങ്ങിന് ആദ്യമായി എല്ലാവിധ ആശംസകളും നേരുകയും 1978 ശ്രീ TV തേവൻ നമ്മളെ വിട്ടുപോകും. അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം ഏതാണ്ട് 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലൊരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ഞാൻ നമ്മുടെ ശ്രീ മഹാദേവനോട് മുൻപ് ഏതെങ്കിലും അനുസ്മരണ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ അതൊരു വലിയ കുറവാണ്, അതൊരു വലിയ വീഴ്ചയാണ്. അതൊരു ഉത്തരവാദികൾ ഏതെങ്കിലും ഒരു വ്യക്തിക്കായി നമുക്ക് ശാന്തി കൊടുക്കാൻ കഴിയില്ല. നമ്മൾ എല്ലാവരുടെയും ഒരു വീഴ്ചയായിട്ടാണ് അതിനെ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ അനുസ്മരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് ശ്രീ TV തേവൻ. തുടർന്ന് നിർധനരായ 100ഓളം കുട്ടികൾക്ക് പഠന ഉപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകനും സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സയന്റിസ്റ്റും ആയിരുന്ന മഹാദേവന് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ലൈല ബീവിയും വാവാ സുരേഷും കൂടി ചേർന്ന് ആദരിച്ചു. പോയി എന്നാണ് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത്. അദ്ദേഹം 1948 കേരള നിയമസഭയിൽ ആദ്യ MLA ആയി വന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ അയ്യങ്കാളിയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാനും അന്നത്തെ കാലഘട്ടത്തിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പഠിക്കുവാനോ വഴി നടക്കുവാനോ മറ്റ് പൊതു ഇടങ്ങളിൽ ഇരിക്കുവാനോ ഒന്നും അവസരമില്ലാത്ത കാലഘട്ടത്തിൽ അതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മുടെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം MLA TV തേവൻ അദ്ദേഹം 5ാം ക്ലാസ് പഠിച്ചു പാസ്സായി എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ IAS ലഭിക്കുന്നതിനേക്കാൾ തത്തുല്യമായ ഒരു വിദ്യാഭ്യാസം അദ്ദേഹം നേടിയെടുത്തു. അത് അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന് പഠിക്കുവാനുള്ള ആവേശവുമായിരുന്നു. എവിടെ ചെന്നിരുന്ന് ഒളിച്ചും പാത്തും പഠിക്കുവാനുള്ള വലിയ ആവേശമായിരുന്നു അദ്ദേഹത്തിനുള്ളത്. അങ്ങനെ ഞാൻ അവിടുത്തെ ശാസ്ത്രജ്ഞരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ 1ാം കിട ശാസ്ത്രജ്ഞൻ, 2ാം കിട ശാസ്ത്രജ്ഞൻ, 3ാം കിട ശാസ്ത്രജ്ഞൻ, 4ാം കിട ശാസ്ത്രജ്ഞൻ വരെ എത്തി. 4ാം കിട ശാസ്ത്രജ്ഞനായിട്ട് എത്തിയിട്ട് ആ പദവിയിൽ നിന്ന് ഞാൻ വിരമിച്ച് ഇപ്പോൾ ഔദ്യോഗിക ജീവിതത്തിൽ കഴിയാണ്. CK കുട്ടപ്പൻ, വാവാ സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നദീറ സൈഫുദ്ദീൻ, T. തുഷാര, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് B. രാജീവ്, പ്രദീപ് കുമാർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു.
ന്യൂ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.